പോയോ ഗോൾഡ് അവിടെ ഉണ്ടായാലും ഇറങ്ങിക്കുക എല്ലാം ഞാൻ കൂടെ ഒറ്റയ്ക്ക് ഒരു വണ്ടി വേണം അതാര് ഞാനാണ് കോള് തരണേ പോകുമ്പോ കോള് തന്നിട്ട് അവന്മാരെല്ലാരും ഇവിടെ ഉണ്ട് അവന്മാരിപ്പോ ഇറങ്ങും ബോളിലോട്ട് എവിടെ ബാക്കിയുള്ള വണ്ടി പെട്ടെന്ന് ബോളിലോട്ട് പോവാ പെട്ടെന്ന് എടാ ബോളിന്റെ അവിടെ നിക്കുന്നുള്ളു അവൻ സാധനം കണ്ട ഇതിന് ഇവിടെ പോയി കളിക്കല്ല സാൻഡിന്റെ ആ സ്ഥലത്തോട്ട് പോയി കളിക്കില്ല അതിന്റെ മേലെ കയറി അടിക്കും അവിടെ പോയി കളിക്കില്ല അതിന്റെ മണ്ടക്കേറി അടിച്ചൂടോ അടിക്കാവോ ഇറങ്ങുമ്പോ നീ പറയണം എന്നാലും ഞാൻ ഇറങ്ങോളാം അവിടെ ഒരു വണ്ടീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എടാ അവന്മാരെ അങ്ങോട്ട് കൊണ്ടുപോവാ ആ സൈഡോട്ട് പോകണ്ട ഒരു വണ്ടി അവനെ അടിച്ചടാ ഈ വണ്ടി പിടിച്ച് ആ വണ്ടി പിടിച്ച് എടാ അവന്മാർ അതിന്റെ വണ്ട എന്ന് കളിക്കോടാ ബിൽഡിങ്ങിന്റെ മറ്റേ ഇതിന്റെ അത് അവന്മാര് മറ്റേ അതിന്റെ വണ്ട ഇന്ന് അടിക്കണം വണ്ടേ അങ്ങോട്ട് പോവല്ലേ വണ്ടി ഒരു വണ്ടി ബാക്കിലിറങ്ങി അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ബാക്കി ഇറങ്ങി നമ്മളൊരു അന്ന് പീഡിയായിട്ട് സിറ്റുവേഷൻ എടുത്ത് ആ വീട്ടില് അതിന്റെ മണ്ടരം വരെ ഒരു വണ്ടി ബോളിൽ കളിച്ചിട്ട് ബാക്കിയുള്ളവന്മാർ ഈ വീട് ഇറങ്ങല്ലേ നീ പറഞ്ഞിട്ട് ഇറങ്ങോളാം ഒരു വണ്ടി ബോളിൽ കളിക്കണേ കളിച്ചോളാം ടയറില്ല റിപ്പയറിന് പോവില്ല അപ്പൊ എടുക്കാം എടാ ഇവിടെ നിന്ന് കുത്തിയിട്ട് കളിക്കില്ലേ കുത്തി വേണമെങ്കിൽ പറയാം അവരെ ഓടി ബിൽഡിങ്ങിന്റെ മണ്ട പോവല്ലോ അവിടെ ആളുണ്ട് അതിന്റെ മണ്ട ആളുണ്ട് അവിടെ ആരും കുത്തല്ലേ എടാ ഈ വണ്ടി ആര് ടയറൊക്കെ പോയി കിടക്കണേ വണ്ടി ഇവിടെ ഇറങ്ങി പോണ്ടാ ഈ വീട് ഇറങ്ങി ഒരു വണ്ടി അവിടെ കുത്തി ഇറങ്ങിക്കുക 2-3 വണ്ടികളൊന്നും ഇല്ല ഇപ്പോഴും എടാ ഒരു ഈ ബോൾഡ് എങ്ങോട്ടോ ഇല്ല എടാ ഇതിന്റെ മണ്ടേ കയറണം എങ്ങനെയാണ് ഈ വലിയ സ്റ്റോക്കിന്റെ ടയർ പോയവരൊക്കെ റിപ്പയർ ചെയ്ത് എന്നിട്ടോ നിങ്ങൾ റിപ്പയർ ചെയ്യും ഒരു വണ്ടി റിപ്പയർ പോകണ്ടോ നോക്കേ ഇവിടുത്തെ റിപ്പയർ പോട്ടാ വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് നമ്മൾ നോക്കിക്കോളാം റിപ്പയർ ചെയ്തോ നമ്മൾ നോക്കിക്കോളാം രണ്ടു വണ്ടിക്കും ടയർ ഇല്ലായിരുന്നു കേട്ടോ അമ്മ പിറ്റ് ചെയ്യുന്നുണ്ടോ ബോളിന്റെ അവിടെ ബാക്കി വണ്ടി സപ്പോർട്ട് ബോൾ ഇല്ലേ അവിടെ സപ്പോർട്ട് ജെയ്സൺ റിപ്പയറിന്റെ അവിടെ വരാന്ന് ഒറ്റ വണ്ടി മാത്രം നിൽക്കുക അമരപ്പ തന്നെ വലിയ കാര്യം വരുന്ന കമ്മിറ്റ് ചെയ്യുമ്പോ പറഞ്ഞിട്ട് അവിടെ വണ്ടി അതിന്റെ ബാക്കി വന്ന എല്ലാരും വണ്ടി കയറുന്ന എല്ലാരും വണ്ടി കയറ നമ്മുടെ വണ്ടി നമ്മുടെ അടുത്തേക്ക് നിൽക്കണേ അമ്മാരിവിടെ ഇറങ്ങി കുത്തണ ഇവിടെ കുത്തണ ഒരുമിച്ച് കുത്തി കളി എല്ലാരും
എടാ എല്ലാരും റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് റൈറ്റ് വാ അത് വിട് ഈ ബിൽഡിംഗ് റൈറ്റ് വാ ഈ ബിൽഡിംഗ് റൈറ്റ് വാ അവിടെ ഇനി ഇവിടെ അവര് ഒരുമിച്ച് ഇറങ്ങണോ ഒരുമിച്ച് വേണോ റീഫ്രഷിന്റെ ഇത് മറന്നോടെ ഇട്ടില്ല റീഫ്രഷ് ഇട്ടില്ല ഞാൻ മുമ്പ് കേട്ടോ മിക്കവാറും ഈ പിങ്ങിലോട്ട് വേണം എടാ കറങ്ങുന്ന എടാ ഇണ്ടിക്ക് എടാ റീഫ്രഷ് എടാ ഇറങ്ങിപ്പോയ അണ്ണാ ചോര് ഓൾ ഡൗൺ ആണോ ചോദിക്കും ഓൾഡൗൺ ആണ് ഇടാ എടാ ഗ്യാങ് ആണ് എന്താണ് ടി സ്പേസ് വാറ ഗ്യാങ് നമ്മുടെ കില്ലിനെ വെല്ലാനും ആരുമില്ല കത്തിരി ക്യാനെടുത്ത് കത്തിരി ആണല്ലേ ഇത്ര ഉണ്ടായിരുന്നുള്ള കോളാ ഒരുമിച്ചെടുത്ത് കത്തിക്കാം വാ അത്രേ ഉള്ളു പോരെ അത് കൊള്ളാലോ കുറ്റൊക്കെ കൊള്ളാലോ എല്ലാവർക്കും വൈപ്പുണ്ട് കേട്ടാ ഫിറ്റ് ചെയ്തവർക്കൊക്കെ വൈപ്പുണ്ട് മീറ്റിംഗ് ഇട്ടേ പോവാം ഇല്ല കത്തിച്ചിട്ട് പോയാ മതി ഞാൻ പോയി ചോറ് വെച്ചിട്ട് വന്നോട്ടോ അപ്പത്തേക്കൊല്ലം അടി നമ്മൾ നോക്കിക്കോളാം കേറാൻ പറ്റും ചാടിക്കാൻ പറ്റൂടാ വണ്ടി ചാടിക്കാൻ പറ്റൂടാ ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല ആ ഒരു മല ബ്ലോക്ക് ചെയ്ത് തന്നെ കളിക്കാതിരിക്കാൻ ബാക്കി വണ്ടി സപ്പോർട്ട് ബോളല്ലേ റിപ്പയറിന്റെ അവിടെ വരാന്ന് എടാ വീട് കുത്തിക്കട്ടെ ഒറ്റ വണ്ടി മാത്രം നിൽക്കുക കുത്തിച്ചോ അമരൊക്കെ തന്നെ വലിയ കാര്യം അവിടെ വരുന്ന എന്ത് സംഭവിച്ചത് എവിടെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒന്നും കേട്ടില്ല ഒരുമിച്ച് കുത്തി കളി എല്ലാരും റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് റൈറ്റ് വാ അത് വിട് ഈ ബിൽഡിംഗ് റൈറ്റ് വാ അവിടെ ഇനി ഇവിടെ അവര് ഇങ്ങ് പോ ഇറങ്ങണോ ഒരുമിച്ച് വേണോ
വാ 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 ഇങ്ങനെ ഇറങ്ങിയോ ഈ സൈഡ് ഇറങ്ങിയോ ഈ സൈഡ് ഇറങ്ങിയോ ഒരു പിക്കയിലും താണ എന്ത് കഷ്ടമാണ്. ഈ പിങ്ങിലോട്ട് വേണം കറങ്ങുന്ന പിങ്ങ നീ ഏത് പിങ്ങ പിങ്ങി ഇന്ന് തോന്നുന്നു. അവര് വന്നേ എടാ എന്താ ഇതൊക്കെ പിങ്ങറാ ഞാൻ ഇല്ലടാ എടാ ബാക്കിയുള്ളവരെല്ലാം മുതുക്കി വിട്ടാണ്ടാ ബാക്കിയുള്ളവരെല്ലാം വിട്ടോ മുതലോട്ട് വാ ബാക്കിയുള്ളവരെല്ലാം പോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഹലോ കേക്കാവോ എടാ കുട്ടൂസോട് ചപ്പറക്കുന്ന കേട്ടാ കൊന്നടാ അവനെ. ആര് കൾട്ടക്സാ കൊന്ന് ചോദിക്കാൻ വന്ന് ഫിറ്റ് ചെയ്തോണ്ട് ഹെൽപ്പ് ഇട്ട് വേണ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ അമ്മാരൊക്കെ കണക്റ്റിടറന്ന് വണ്ടി എടുത്ത് പോയി ഇത് ഇടയിൽ വന്ന് എടാ വേറെ ചാറ്റില് കൾടെക്സ് ഓൾറെഡി സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഫയർ ചെയ്യല്ലേ കേട്ടോ ഈമസ് ഒന്ന് പൊക്കട്ടെ കേട്ടാ ചാറ്റിൽ ഒരാൾ അങ്ങനെ ഇട് ഓൾറെഡി സിറ്റുവേഷൻ കൾടെക്സ് എന്ന് പറഞ്ഞു. എടാ അവര് വന്ന റേഡിയോ സൈലന്റ് തന്നെ ടെക്സാസ് ആണ്. ഇവിടെ നില്ല അങ്ങോട്ട് പോണ്ട, ഇവിടെ നില്ല വരട്ടെ, ഒരിക്കലും സംസാരിക്കണ്ട. വരൂല പറഞ്ഞോളൂ ബ്രോ. നമ്മളെ സിറ്റുവേഷൻ ആയിരുന്നു. എന്തായിരുന്നു സിറ്റുവേഷൻ ബ്രോ? എന്താ സിറ്റുവേഷൻ ബ്രോ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ഗാരേജ് വെച്ചിട്ട് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ സംസാരമായി. നിങ്ങൾ തന്നെ അവിടുന്ന് മുതുക്കുന്ന ഫയറിംഗ് ആയി. നമ്മൾ മുതുക്കുന്ന ഇറങ്ങുന്നതിന് മുന്നേ തന്നെ. പിന്നെ രണ്ടാമത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മളിപ്പോൾ അവിടെ അടിച്ച് നമ്മളിപ്പം വാർ വിളിക്കാനാണ്. ഓ എക്കോ അടിക്കുന്ന എക്കോ ഉണ്ടോടാ ആർക്കെങ്കിലും? കുറച്ച് ഒറ്റത്തിൽ പറയണേ, കേട്ടൂടെ ബ്രോ? കേൾക്കുന്നുണ്ടല്ലോ. ആ ബ്രോ, സിറ്റുവേഷനെ മുതുക്ക് വെച്ച് ആയി, ഫയറിംഗ് ആയി. നിങ്ങളെ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ഫയറിംഗ് വന്നത്. കേൾക്കുന്നുണ്ടോ? ആ നിങ്ങളെ ഭാഗത്തുനിന്ന് ഫയറിംഗ് വന്ന് നിങ്ങൾക്ക് അറിയാൻ മതിയോ? ഫയറിംഗ് ആയി. നമ്മൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് കാഷ്വാലിറ്റീസ് വന്ന് രണ്ടുപേര് ഒരുത്തൻ അലൈവ് ഉണ്ട് ചെറുകാരനെ. അപ്പം നമുക്ക് വാർ അടിക്കാനായിരുന്നു. നമ്മള് വാർ വിളിക്കാം ഒരു 5 മിനിറ്റിനുള്ളിൽ. അപ്പൊ നിങ്ങൾ പറഞ്ഞ നമ്മളായിട്ട് അങ്ങോട്ട് വന്ന് സിറ്റുവേഷൻ എടുത്തെന്നാണോ പറയുന്നത്? അതേ ബ്രോ, നിങ്ങൾ മുതുക്കിലൊന്ന് ആദ്യം ഫയറിംഗ്. പിന്നെ നിങ്ങളെ ഗാങ്ങിലുള്ള ഒരു പുള്ളിക്കാരെ റേഡിയോയിലൊക്കെ കയറാൻ പറഞ്ഞിട്ട് ഫ്രണ്ട്ലി വാർ എടുക്കാൻ പറ്റുമെന്നൊക്കെ ബ്രോ, അതൊക്കെ അതിന്റെ രീതിയിൽ ചോദിച്ച. പക്ഷെ രണ്ടാമത് നിങ്ങൾ ഇറങ്ങി ഫയറിംഗ് ആയപ്പോ പിന്നെ മെയിൻ നമ്മളെ വണ്ടി വന്ന് പിറ്റിയും അതിനുശേഷം കൊണ അടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് വന്നത്, മനസ്സിലായോ ബ്രോ? ചാറ്റിൽ നിന്ന് കൊണ അടിച്ചു. അതിനു മുമ്പേ രണ്ട് സൈഡിൽ നിന്നും കൊണ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളാണ് അത്, നിങ്ങൾ ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇവിടെ മുതുക്കിന്റെ ഫ്രണ്ട് മുതുക്കല്ല മെയിൻ ഗാരേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സംസാരമായതും അവിടെ വെടിവെട്ടിച്ചതും അതിനുശേഷമാണ്. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് വാർ ചാറ്റിലൊക്കെ കൊണ വന്നത്. അത് പറയുമ്പോ മൊത്തത്തിൽ അത് ആരും കൂടി പറയണം. ഓക്കെ ബ്രോ, അപ്പൊ എന്താണ് നിങ്ങൾ പറഞ്ഞോ. ഇല്ല, ഒരു 5 മിനിറ്റിൽ വാർ വിളിക്കാം ബ്രോ. 5 മിനിറ്റിന് വാർ വിളിക്കാം. അതിന്റെ ഇടയ്ക്ക് ഒരു സിറ്റുവേഷൻ വന്നു. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതോ ഗ്യാങ് വന്ന് ഇന്റർഫിയർ ചെയ്തു. അപ്പൊ അതെന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അതല്ലേ ബെറ്റർ. ഇല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷൻ്റെ ഇടയിൽ വേറെ സിറ്റുവേഷൻ ആവും. ഓക്കെ, നമ്മളതൊന്നത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പറയാം, വിളിച്ച് പറയാം. ബ്രോ വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്തോ തന്നെ. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. നമ്മള് വാർ ചാറ്റിൽ ഇടാം. ഓക്കെ, തീരുമാനം കേട്ടോ ബ്രോ. അല്ലേ നമ്മൾ റിപ്ലൈ ഇടാം. ഓക്കെ, നമ്മളെ വണ്ടി വിടടാ.